നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് സെറ്റ്സ് എന്ന ടോപ്പിക്കാണ്. രണ്ട് നോൺ എംപ്റ്റി സെറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതാണ് സെറ്റ് എയും സെറ്റ് ബിയും. ഇവരുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ക്രോസ് ബി എന്നാണ്. എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് ബി? ഇതെന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് വേർ ദ ഫസ്റ്റ് എലമെന്റ് ബിലോങ്സ് ടു എ ആൻഡ് സെക്കൻഡ് ബിലോങ്സ് ടു ബി. അതായത് എന്താണ്? ഡെഫിനേഷൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എ ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ ആൻഡ് ബി ബിലോങ്സ് ടു ബി. സ്മോൾ എ സ്മോൾ ബി എന്ന് പറയുന്നത് എലമെന്റ്സ് ആണ്. സ്മോൾ എ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിന്റെ എലമെന്റും സ്മോൾ ബി ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന സെറ്റിന്റെ എലമെന്റും ആയിരിക്കും. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഓർഡേർഡ് പെയറാണ്. അതാണ് നമ്മൾ ഇങ്ങനെ എ കോമ ബി എന്ന് പറഞ്ഞ് ചെറിയൊരു ബ്രാക്കറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് എ കോമ ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ കോമ ബി ബിലോങ്സ് ടു ബി. അതായത് എല്ലാ ഓർഡേർഡ് പെയേഴ്സിൻ്റെയും സെറ്റിനെയാണ് നമ്മൾ എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ എലമെന്റ് ഫസ്റ്റത്തെ സെറ്റിലെ എലമെന്റും ആയിരിക്കും. ഈ രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് രണ്ടാമത് തന്നിരിക്കുന്ന സെറ്റ്, അതായത് ബിയിലെ എലമെന്റും ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. രണ്ട് കളേഴ്സ് ആണുള്ളത്, റെഡും ബ്ലൂവും. അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിൽ എന്തുണ്ട്? റെഡും ഉണ്ട്, ബ്ലൂവും ഉണ്ട്. ബി എന്ന് പറയുന്ന സെറ്റിന് 3 എലമെന്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ലെറ്റർ ബി, സി, എസ്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ 2 എലമെന്റ്സ് ആണുള്ളത്, റെഡ് കോമ ബ്ലൂ. ബി എന്ന് പറയുന്ന സെറ്റിൽ എന്തൊക്കെയുണ്ട്? 3 എലമെന്റ്സ്, ബി കോമ സി കോമ എസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? ഇതിൽ 2ഉം ഇതിൽ 3ഉം ആണ് എലമെന്റ്സ്. നമുക്ക് എലമെന്റ്സിന്റെ നമ്പർ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലുള്ള എലമെന്റ്സുകൾ രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ 2ഉം ഇതിൽ 3ഉം ആയതുകൊണ്ട് എന്താ? 2 × 3 6 എലമെന്റ്സ് ആയിരിക്കും എ ക്രോസ് ബിയിൽ നമുക്ക് ടോട്ടലായിട്ട് ഉണ്ടാവുക. അപ്പോൾ എ ക്രോസ് ബിയിലുള്ള എലമെന്റ്സിനെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എ ക്രോസ് ബി ഈക്വൽ ടു, ആദ്യം നമ്മൾ എന്ത് എഴുതണം? ഈ ഡെഫിനേഷൻ വെച്ചിട്ടാണെങ്കിൽ ആദ്യത്തെ സെറ്റിലെ എലമെന്റും കോമ രണ്ടാമത്തെ സെറ്റിലെ എലമെന്റ്. അപ്പോൾ ആദ്യത്തെ സെറ്റിലെ എലമെന്റ് ഞാൻ എടുത്തു, റെഡ് എടുത്തു. രണ്ടാമത്തെ സെറ്റ് ബിയിലെ എലമെന്റ് ഞാൻ ആദ്യം ബി, സ്മോൾ ലെറ്റർ ബി എടുത്തു. അപ്പോൾ റെഡ് കോമ ബി ഒരു ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതി. കോമ അടുത്ത എലമെന്റ് ഏതാണ്? റെഡ് കോമ രണ്ടാമത്തെ എലമെന്റ് ആണ് ബി എന്ന് എടുത്തത്, റെഡ് കോമ സി. പിന്നെ ഞാൻ വീണ്ടും റെഡ് എന്ന് പറഞ്ഞ ആദ്യത്തെ എലമെന്റ് തന്നെ എടുത്തു. എസ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ എലമെന്റ് ആണ് ബിയിൽ നിന്ന് എടുത്തത്. അപ്പോൾ റെഡ് കോമ ബി, റെഡ് കോമ സി, റെഡ് കോമ എസ്, അങ്ങനെ 3 എലമെന്റ്സ് എനിക്ക് കിട്ടി. ഏതിലാ? എ ക്രോസ് ബിയിൽ കിട്ടി. ഇനി അടുത്തത് എയിലെ, അപ്പോൾ ആദ്യത്തെ എലമെന്റ് വെച്ചിട്ടുള്ള എല്ലാ പേഴ്സും ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് രണ്ടാമത്തെ എലമെന്റ് വെച്ചിട്ടുള്ള പേഴ്സ് നോക്കാം. ബ്ലൂ എന്ന് പറഞ്ഞ എലമെന്റ് എടുത്തു. അപ്പോൾ ബ്ലൂ കോമ ബി, ബ്ലൂ കോമ സി, ബ്ലൂ എസ്, ഇങ്ങനെ 3 എലമെന്റ്സ് അതിൽ നിന്നും കിട്ടി. അപ്പോൾ ടോട്ടൽ എ ക്രോസ് ബിയിൽ എത്രയുണ്ട്? 6 എലമെന്റ്സ് ആണുള്ളത്. ഏതൊക്കെയാ? റെഡ് ബി, റെഡ് സി, റെഡ് എസ്, റെഡ് ബി, ബ്ലൂ ബി, ബ്ലൂ സി, ബ്ലൂ എസ്. അങ്ങനെ നമുക്ക് 6 എലമെന്റ്സ് ടോട്ടലായിട്ട് എ ക്രോസ് ബിയിൽ കിട്ടി. അപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എങ്ങനെ രണ്ട് സെറ്റ് തന്നാൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് നമ്മൾ പറഞ്ഞല്ലോ, എയും ബിയും നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കണം. ഇനി എയും ബിയും എംപ്റ്റി ആണെങ്കിലോ? അപ്പോൾ നമുക്ക് എ ക്രോസ് ബി എന്ത് കിട്ടും? ഇത് രണ്ടും എംപ്റ്റി ആണെങ്കിലും 5 ആണ് കിട്ടുക. ഇനി ഇതിലേതെങ്കിലും ഒരെണ്ണം എംപ്റ്റി ആണെങ്കിലും, അതായത് സെറ്റ് എയോ സെറ്റ് ബിയോ ഏതെങ്കിലും ഒരെണ്ണം എംപ്റ്റി ആണെങ്കിലും നമുക്ക് എംപ്റ്റി സെറ്റ് തന്നെയാണ് എ ക്രോസ് ബിയിൽ കിട്ടുന്നത്. ഇനി കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ കീ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെറ്റ് എയിൽ പി എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സെറ്റ് ബിയിലാണെങ്കിലോ ക്യൂ എലമെന്റ്സ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? പി ഇൻറ്റു ക്യൂ എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എയിലുള്ള എലമെന്റ്സും ബിയിലുള്ള എലമെന്റ്സും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത് നമുക്ക് കിട്ടും. അതാണ് ഫസ്റ്റത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മളുടെ ഓർഡറില്ലേ, നമ്മൾ എഴുതുന്ന ഓർഡർ എന്ന് പറയുന്നത് ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് സെറ്റ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എ കോമ ബിയും ബി കോമ എ, അതായത് ആദ്യം ബി ആണ് എടുക്കുന്നത്. അതായത് ബി ക്രോസ് എയും എ ക്രോസ് ബിയും ഒരിക്കലും ഈക്വൽ സെറ്റ് ആയിരിക്കില്ല. നമുക്ക് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു സെറ്റ് ഇൻഫൈനൈറ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് എയോ അല്ലെങ്കിൽ ബിയോ ഇൻഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ എ ക്രോസ് ബിയും ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് സെറ്റ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് പറയുന്നത്, നമുക്ക് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ഈ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ
എ നമ്മൾ കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് 3 സെറ്റ്സ് കാണുകയാണ്. എയുടെ തന്നെയാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ കാണുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഓർഡേർഡ് ട്രിപ്ലെറ്റ്സ് ആയിരിക്കും കിട്ടുന്നത്. ട്രിപ്ലെറ്റ്സ് എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? എ കോമ ബി കോമ സി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൽ എയും ബിയും സിയും എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ്സ് ആയിരിക്കും. അപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നോട്ട്സ് വേണമെങ്കിൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടുക. ഞാൻ പേഴ്സണലൈസ് ആയിട്ട് നിങ്ങൾക്ക് നോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.